കൊടുക്കുക. അങ്ങനെ പ്ലഗ് കുത്തണം. സ്വിച്ച് ഇട്ടു. അതിൻ്റെ ഇതിൻ്റെ അകത്ത് ഒരു സ്വിച്ച് ഉണ്ട്, അതിങ്ങനെ പിടിച്ച് നിൽക്കണം. നമുക്കിനി അത് തുറന്ന് നോക്കാം. ഈ സാധനം ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ തുറന്ന് നോക്കാം. ക്യാബേജൊക്കെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ട്, ക്യാബേജും ക്യാരറ്റൊക്കെ സദ്യക്ക് ഉണ്ടാക്കും പോലെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. 5 മിനിറ്റ് പരിപാടിയുള്ളൂ. നമുക്ക് ഒരു പാത്രത്തിൽ ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം തന്നെ ബ്ലേഡ് ഊരി മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ കൈ മുറിയും. അത് ഇതിലേക്ക് ഇങ്ങനെ എടുത്തിട്ടാൽ മതി. കണ്ടോ, സൂപ്പറായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി ഞാൻ ഈ ബ്ലേഡ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് 2-3 ബീൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അതൊന്ന് ഇങ്ങനെ ഒടിച്ചിട്ട് കൊടുക്കാം. ബീൻസ് എന്നിട്ട് ഇങ്ങനെ അടച്ച് കൊടുക്കാം. അടയ്ക്കണത് നേരെ അടയ്ക്കണം. ഇതാ ഈ ഇതിങ്ങനെ വെച്ച് കൊടുത്തു. നമുക്കിത് തുറന്ന് നോക്കാം. ഇതാ ബീൻസൊക്കെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. അടുപ്പ് തുറന്നിട്ട് ബ്ലേഡ് ഇങ്ങനെ മാറ്റിയിട്ട് ഇത് ഇങ്ങോട്ട് മാറ്റാം. കണ്ടോ, നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മൊത്തം ക്യാബേജും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെച്ചു ടൈറ്റാക്കി. ഇതാ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കാം. ഞാൻ പാത്രം കഴുകി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ അടച്ചിട്ട് ഒന്ന് കറക്കി കൊടുക്കാം. കണ്ടോ, തോരനുള്ള പച്ചമുളകും സവാളയും നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും പോയി മേടിച്ചോട്ടെ, നല്ല ഉപകാരമുണ്ട്. ഇതിന് ഞാൻ മേടിച്ചത് 2300 രൂപയാണ്. 2300 രൂപയൊന്നും നമുക്ക് നഷ്ടമല്ല. കാരണം ഇതിൻ്റെ കൂടെ മുട്ട ബീറ്റ് ചെയ്യുന്ന സാധനമുണ്ട്, കേക്ക് ഉണ്ടാക്കുന്ന സാധനം കിട്ടും, പിന്നെ എന്താ തൈര് ബീറ്റ് ചെയ്യുന്ന സാധനമുണ്ട്. അങ്ങനെ എല്ലാം കൂടി കിട്ടും. അവർ കമ്പനിക്കാർ 2 വർഷം ഗ്യാരണ്ടിയാണ് ഇതിന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് മേടിച്ച് നോക്കിയാൽ എല്ലാവർക്കും നല്ല ഉപകാരപ്പെട്ടൊരു സാധനമാണ്. 10